ക്രിസ്തലോ പരമേശ്വർക്കാദി പവിത്ര നിയമം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഇന്നത്തെ രാവിലെ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ട്രിനിറ്റി എന്ന ഈ ഫേസ്ബുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഇപ്രകാരം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി സംസാരിക്കാനായി എനിക്കൊരു അവസരം തന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും ലീഡേഴ്സിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിപ്പിക്കുന്നു. ഒപ്പം തന്നെ എന്നെ ഈ ഗ്രൂപ്പിലേക്ക് സമയം തരുവാനായി എന്നെ ക്ഷണിച്ച എൻ്റെ കൂട്ടു സഹോദരൻ ഇവാഞ്ചലിസ്റ്റ് സാജു ഹൈദരാബാദ്, അവർക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ബോബൻ യോഹന്നാൻ. ഞാൻ കഴിഞ്ഞ 22 വർഷം കാലമായി ഛത്തീസ്ഗഡിൽ, ഇന്ത്യയിൽ റായ്പൂർ എന്ന പട്ടണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എനിക്ക് ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. ഒപ്പം തന്നെ സഭാപ്രവർത്തനമുണ്ട്, ടീം വർക്കുണ്ട്. വിവിധ തരങ്ങളിൽ നാളുകളിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി കർത്താവ് തന്ന നിയമമനുസരിച്ച്, കാഴ്ചപ്പാടനുസരിച്ച് ഇതുവരെയും കാഴ്ചപ്പാടിനെ മങ്ങലേൽപ്പിക്കാതെ വണ്ണം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളിൽ കൂടി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നാളുകളിൽ പ്രാർത്ഥന ഏറ്റവും അത്യന്താവശ്യമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ലോകത്തിൻ്റെ ഗതിഗതികൾ, സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേകർ തളർന്നുകൊണ്ടിരിക്കുമ്പോൾ, അനേകർ പ്രാർത്ഥന ഇല്ലാതെ ആത്മീയ മന്ദീഭവത്തിൽ ആയിരിക്കുമ്പോൾ, അതിനിടയിലും കർത്താവിന് പ്രവർത്തിപ്പാൻ കഴിയും എന്നുള്ള അനേക പ്രവൃത്തികൾ നമ്മുടെ ദേശത്ത് നടക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, സഭകളിൽ വ്യത്യസ്തമായ രീതികളിൽ ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥനകൾ, പവർ കോൺഫറൻസുകൾ തങ്ങൾക്ക് ലഭിക്കപ്പെട്ട സാഹചര്യത്തിനനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ദൈവസന്നിധിയിൽ ശ്ലാഘനീയമാണ്. കാരണം മറ്റുള്ളവരെ ഉണർത്തുവാൻ വിളിക്കപ്പെട്ട നമുക്കൊരോരുത്തർക്കും ഉണർന്നിരിക്കേണ്ട ആവശ്യകത നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പ്രാർത്ഥനയ്ക്കായിട്ട് യേശു കർത്താവ് ഗെത്സമനയിലേക്ക് പോകുമ്പോൾ തൻ്റെ കൂടെ നടന്ന് അത്ഭുതങ്ങൾ കണ്ട, കർത്താവിൻ്റെ കൂടെ നടന്ന് വിവിധ തരത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് നടന്ന ശിഷ്യന്മാർ യേശുവിൻ്റെ ഗെത്സമന പ്രാർത്ഥനയിൽ അല്പം മുമ്പ് തന്നെ യേശുവിനെ വിട്ട് പിന്മാറി പോയതായിട്ട് നമ്മൾ ചരിത്രം കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെയും അനേകർ പിന്മാറുന്ന സാഹചര്യമുണ്ട്. കാരണം പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല. പക്ഷെ യേശു പറഞ്ഞു, ശരീരം ബലഹീനമെങ്കിലും ആത്മാവ് ഒരുക്കമുള്ളതാണ്. അത് തൻ്റെ ശിഷ്യന്മാരും പറഞ്ഞു. അപ്പം അങ്ങനെ പ്രൈസ് ദി ലോർഡ്, യേശു തൻ്റെ ഗെത്സമന പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, കുറച്ചു നേരം നിങ്ങൾ എന്നെ കാണത്തില്ല, എന്നാൽ അല്പം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ എവിടെ പോകുന്നു എന്ന് നിങ്ങൾക്കറിയത്തില്ല, പക്ഷേ ആ സ്ഥലത്ത് നിങ്ങൾക്ക് വരാനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു ദൈവ പൈതൽ യാഥാർത്ഥ്യമായ പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ
ദൈവവചനപ്രകാരമുള്ള ദൈവികമായിരിക്കുന്ന അഭിഷേകം തന്നിൽ വെളിപ്പെടണം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗതശമന പ്രാർത്ഥന യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ ആ ഗതശമന പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെയും അവിടെ മാനവജാതിയുടെ പാപപരിഹാരാർത്ഥം വെളിപ്പെടാൻ നിൽക്കുന്ന ദൈവം മഹത്വം തൻ്റെ മക്കൾക്ക്, തൻ്റെ സഭയ്ക്ക്, മാനവകുലത്തിന് കൈമാറുവാൻ യേശു ഒരു പൂർണ്ണ മനുഷ്യനായിട്ട്, അപ്പോൾ തന്നെ ദൈവപുത്രനായിട്ട് തന്നെ യേശു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു അഥവാ സംസാരിച്ചു എന്ന് ഇവിടെ തിരുവചനം കാണുന്നുണ്ട്. അപ്പം യേശു അവിടെ പോയ വിഷയം എന്തെന്ന് യേശുവിനറിയാം, പിതാവിനും അറിയാം. കാരണം അവിടെ യേശു പുത്രനായിട്ട് നിൽക്കുക. ആർക്ക് വേണ്ടി പുത്രനായി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. ഇത് തിരിച്ചറിയണം. ഇപ്പം യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വം അഥവാ പുത്രത്വവും യേശുവിൻ്റെ പൂർണ്ണ ദൈവത്വവും നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമുണ്ട്. യേശു കാട്ടിയ സകല മാതൃകയും, യേശു കാട്ടിയ സകല മാതൃകാപരമായിരിക്കുന്ന പ്രവൃത്തികളും അത് നമുക്ക് വേണ്ടി തന്നെ. യേശു എന്തെല്ലാം കാട്ടിയോ അത് നമുക്കൊരു മാതൃകയാണെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 2:21 പറയുന്നത് അവൻ നമുക്ക് നല്ലൊരു മാതൃക കാട്ടി നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ കടന്നുപോയി, അവൻ്റെ പാത പിന്തുടരുവാൻ അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ വചനപ്രകാരം മനസ്സിലാക്കിയ ദൈവികമായിരിക്കുന്ന സത്യങ്ങളിൽ ചിലത് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെന്താകണം, നാം എന്തായില്ല, അത് സത്യത്തിൽ യേശുവിനെ വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ടാണ്. നാം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിൽ കൂടെ മാത്രമേ ആകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അനുകരിക്കുവാൻ, അനുഗമിക്കുവാൻ ഒരു മാതൃക കാട്ടി ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവല്ലാതെ മറ്റാരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനും 3 വർഷം തിരുവചനം പഠിക്കുവാൻ പല സ്ഥലത്ത് ഹരിയാന ഉൾപ്പെടെ പഠിക്കുവാൻ പോയെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ, ശാരീരികമായ ക്ലേശങ്ങൾ, അന്നത്തെ സാഹചര്യങ്ങൾ, പഠനത്തിൻ്റെ വൈകല്യങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വർഷങ്ങൾ പിന്നിട്ടതല്ലാതെ സത്യത്തിലൊന്നും ആത്മാവിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. മറ്റു പലരും നന്നായി പഠിക്കുകയും നന്നായി കാര്യങ്ങൾ ക്രമീകരിക്കുകയും കർത്താവിൻ്റെ വേലയിലല്ലാത്തവരും ഉണ്ട് നിലവിൽ. എങ്കിലും പിൻകാലങ്ങളിലുള്ള ദൈവികമായിരിക്കുന്ന വചന പഠനത്തിലും, നിരന്തരമായ വചന പഠനത്തിലും, പ്രാർത്ഥനയിലും, ഉപവാസത്തിലുമൊക്കെ ഓരോ പടികൾ മുന്നേറുവാൻ പിൻകാലങ്ങളിൽ വന്ന ജീവിത സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങളൊക്കെ വന്ന സമയങ്ങളിൽ ദൈവവുമായിട്ട് അടുക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹം പങ്കിടുവാൻ കർത്താവ് സഹായിച്ചു. അപ്പം അങ്ങനെയെങ്കിൽ ഇന്നു പകൽക്കാലം നാം അഭിമുഖീകരിക്കുന്ന ഏത് വിഷയങ്ങളും ഏത് പ്രശ്നങ്ങളായാലും നമുക്ക് ആശ്രയിപ്പാൻ ഒരിടമുണ്ടെങ്കിൽ, നമുക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. അപ്പം അങ്ങനെയെങ്കിൽ യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ, നോക്കേണ്ടവണ്ണം നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മോഹനിൽ കൂടെ കേട്ടു ബ്രഹ്മമായിയുടെ നിലവിളിയും തൻ്റെ കണ്ണ് തുറന്നതും യേശുവിനെ കാണണമെന്ന് പറഞ്ഞതും. സ്തോത്രം. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ യേശുവിനെ കാണേണ്ടവണ്ണം കണ്ടു കഴിഞ്ഞാൽ, വഴികരികിലിരുന്ന ഒരു കുരുടൻ നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശു ശിലോഹോം കുളത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടൊരു ചരിത്രമുണ്ട്. ഒന്നാമത്തെ സന്ദർഭത്തിൽ താൻ ഏകദേശം ശിലോഹോം കുളത്തിൽ 18 പടിയുണ്ടെന്ന് ചില പണ്ഡിത അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം 17ാമത്തെ തൊടിയിൽ നിന്ന് തപ്പോട്ട് കൈ നീട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ
കൈ എത്തത്തില്ല. 18ാമത്തെ തുടിയിൽ ഇറങ്ങി നിന്നിട്ട്, സ്റ്റെപ്പിൽ ഇറങ്ങി നിന്നിട്ട് ഒന്നുകൂടൊന്ന് താഴ്ത്തി, ഒന്നുകൂടൊന്ന് സമർപ്പിച്ച്, ഒന്ന് കൈ മുമ്പോട്ട് വെച്ചപ്പോൾ വെള്ളത്തിൽ വീണായിട്ട് ചരിത്രം പറയുന്നതായിട്ട് അഭിഷിതന്മാർ അഭിപ്രായം പറയുന്നുണ്ട്. ശരിയായിരിക്കാം, അല്ലായിരിക്കാം. എങ്കിലും അവിടെ ആദ്യത്തെ പ്രാവശ്യം കണ്ണു കഴുകിയിട്ട് നോക്കിയപ്പോൾ മനുഷ്യനെ മരം പോലെ കണ്ടെന്ന തിരുവചനം പറയുന്നത്. ഒന്നും കൂടെ കഴുകാൻ പറഞ്ഞപ്പോൾ സ്തോത്രം, മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടു. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഒരു നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുവാൻ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും അവൻ്റെ പുത്രത്വവും അവൻ്റെ പരമാധികാരവും അവൻ നമുക്ക് തന്നിരിക്കുന്ന ദൈവിക നിയോഗങ്ങളും ഏറ്റെടുക്കുവാൻ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമുക്ക് പിന്നെയും അങ്ങനെ വെളിപ്പെട്ട് കിട്ടാത്തവർക്ക് പിന്നെയും തങ്ങളുടെ ആത്മകണ്ണിനെ ദൈവവചനത്തിൻ്റെ ആത്മനദിയിൽ കഴുകുവാൻ നമ്മൾ ബാധ്യസ്ഥരെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ വരെ കണ്ടതിനപ്പുറമായിട്ട് ദിവസങ്ങളിൽ ദൈവിക മഹത്വങ്ങൾ കാണുവാൻ, ദൈവമഹത്വത്തിൻ്റെ ചലനങ്ങളിൽ ചലിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രൈസ് ദി ലോർഡ് അവിടെ ആ ശിഷ്യൻ കണ്ടു എന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്ത് ഒരു അന്ധനായ വ്യക്തിക്ക് കാണേണ്ടത് യേശുവിനെ തന്നെയാണ്. സ്തോത്രം. അതുകൊണ്ടിന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിനെ കാണേണ്ടവണ്ണം കണ്ടു കഴിഞ്ഞാൽ നാം ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് പകൽക്കാലം യേശു കർത്താവിൻ്റെ ഗതശമന പ്രാർത്ഥന ശിഷ്യന്മാർ മാറുന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. യേശു പറയുകയാണ്, ഒരു നാഴിക പോലും എന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ലേ? കഴിയണം. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടും അപ്പം തിന്നും കൂടെ നടന്ന സകല സാഹചര്യങ്ങളും മനസ്സിലാക്കി, ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ശിഷ്യന്മാർ ഇവിടെ മാറി നിൽക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അവർക്ക് ആവശ്യം ബാഹ്യമായിരിക്കുന്ന സൗഖ്യവും ബാഹ്യമായിരിക്കുന്ന വിശപ്പ് അടക്കുന്നതും മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പം അതിൻ്റെ അർത്ഥം സത്യത്തിൽ മറുഭാഗത്ത് വചനം പറയുന്നുണ്ട്, കർത്താവ് തന്നെ അവരുടെ ബുദ്ധി അടച്ചു വെച്ചിരുന്നു. അപ്പോൾ അറിയേണ്ടവണ്ണം അറിയുവാൻ ദൈവം തന്നെ ഒരുക്കിയൊരു സാഹചര്യം മറുവശത്ത് കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനെ മഹത്വപ്പെടുത്തുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ സത്യദൈവത്തെ അറിയുവാൻ, അവൻ്റെ പുത്രനായ ക്രിസ്തുവിനെ അറിയുവാൻ പ്രൈസ് ദി ലോർഡ് നമുക്ക് കർത്താവ് കൃപ തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം അവൻ്റെ കൃപയല്ലാതെ നമുക്കൊന്നുമില്ല. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത് പ്രൈസ് ദി ലോർഡ് ഒന്നാമത്തെ ആദാമിൽ വന്ന പരാജയം, ഒന്നാമത്തെ ആദാമിൽ വന്ന അനുസരണക്കേട് പൂർണ്ണമായി മാറ്റുവാൻ അവസാനത്തെ ആദാമായി, അത് നാമായി, നമ്മിലെ പാപക്കറകളെ മാറ്റുവാനായി എൻ്റെ കർത്താവ് പൂർണ്ണ മനുഷ്യനായി പാപമില്ലാത്തവനായി വന്ന് നമ്മുടെ പാപം തൻ്റെ തോളിൽ വഹിച്ച് ക്രൂശിൽ കയറി അവൻ നമ്മളെ വിടുവിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് 1 പത്രോസ് 2:24 പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങളെ തൻ്റെ ദേഹത്തിൽ വഹിച്ചു ക്രൂശിന്മേൽ കയറി നമ്മുടെ നീതീകരണത്തിനായി അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. ആ മരിച്ച കർത്താവ് മാത്രമല്ല നമ്മുടെ അകത്തിരിക്കുന്നത്, ആ മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കപ്പെട്ട കർത്താവ് നമ്മുടെ അകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പഴയ നിയമം പഠിപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയാണ്. എന്നാൽ പുതിയ നിയമം പഠിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ മാത്രമല്ല, അവൻ ദൈവമായതുകൊണ്ട് അവൻ നമ്മുടെ കൂടെയുമുണ്ട്, നമ്മുടെ അരികിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, അവൻ നമ്മുടെ ഉള്ളിലുമുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവം ആരാണ്? ദൈവം ആത്മാവാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാവിൻ്റെ പ്രത്യക്ഷമായിരിക്കുന്ന പ്രകടീകരണം അഥവാ ദൃശ്യ അവസ്ഥയാണ് യേശു ക്രിസ്തു. അതാണ് പൗലോസ് പറഞ്ഞതൊരു മർമ്മം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ സത്യദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെളിപ്പാട്.
ബൈബിളിലെ ഏറ്റവും വലിയ വെളിപ്പാടെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ വെളിപ്പാട് തന്നെയാണ്. അതൊന്നും വരാനിരിക്കുന്ന കാര്യമല്ല, എല്ലാം നടന്നു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, നമ്മൾ അസ്വസ്ഥരാകണ്ട, നമ്മൾ വിഷമിക്കേണ്ട. നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മെക്കാൾ നമ്മുടെ കാര്യങ്ങളെ അറിയാവുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ നാം എന്ത് ചെയ്യണം? ദിവസങ്ങളിൽ ആ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചലിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് നാം മാറേണ്ടത് ആവശ്യമായിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, നാം എങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടക്കും? ദൈവത്തിൽ എങ്ങനെയാണ് നാം നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ നമുക്ക് അധികാരം നൽകിയിരിക്കുക. അപ്പോൾ തന്നെ മറുഭാഗത്ത് പറയുന്ന എബ്രായലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നാം ആകുന്നു അവൻ്റെ ഭവനം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളിൽ വസിക്കുക. ഒരു ദിനത്തിൽ പറയുകയാണ്, ദൈവം ആത്മാവാകുന്നു, ആ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലും പറയുന്നു, ദൈവം ആത്മാവാകുന്നു. ജീസസ് ദൈവം ആത്മാവാകുന്നുവെങ്കിൽ, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ്, നമ്മളെ അടിസ്ഥാനം എന്നുള്ളത്, പുതിയ നിയമ ദൈവീയ വചനത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ദൈവത്തെ ആത്മാവിൻ്റെ വലിയ പരിവർത്തനം വെളിപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ വെളിപ്പെടും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. ദൈവം ഞായറാഴ്ച മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളത്. ദൈവം 24 മണിക്കൂർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ദൈവത്തിന് മണിക്കൂറില്ല, ദൈവത്തിന് സമയമില്ല, ദൈവത്തിന് ആമേൻ പ്രൈസ് ദി ലോർഡ് ആഴ്ചകളില്ല. ആഴ്ചകളും ദിവസങ്ങളൊക്കെ മനുഷ്യന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന മടങ്ങി വന്നൊരു ദൈവ പൈതല്, അവനെല്ലാ ദിവസവും ആ മഹത്വത്തിലാണ് വെച്ചിരിക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ. മഹത്വം വെളിപ്പെട്ടാൽ നാം ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത്, സത്യത്തിൽ പലപ്പോഴും ഞാനും വിശ്വസിച്ചിരുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് വല്ലാതെ യാചിക്കുക, എപ്പോഴും ആവശ്യങ്ങളെക്കുറിച്ച് ദൈവത്തിനടുത്ത് പരാതി പറയുക എന്നുള്ളതായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ദൈവികമായിരിക്കുന്ന ദർശനവും വെളിപ്പാടും ദൈവാത്മാവ് തന്ന സമയം മുതൽ അപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പുറമായി ചില സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കും. അത് പൗലോസും പറഞ്ഞ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവുകൊണ്ടും പ്രാർത്ഥിക്കും. എന്നാൽ എനിക്ക് ആത്മാവുകൊണ്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് ഏറെ നന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആമേൻ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പുറമാണ് പ്രൈസ് ദി ലോർഡ് മഹത്വത്തിൽ ചലിക്കുന്ന ആത്മാവിൻ്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ വാക്യം പറയുന്നുണ്ട്, 19-ാം 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഞരക്കങ്ങളാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ പുതിയ നിയമ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതല് ബുദ്ധിയിലല്ല പ്രാർത്ഥിക്കുന്നത് അവൻ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം യേശു ആമേൻ യേശു പ്രാർത്ഥിച്ചതും ആമേൻ പ്രൈസ് ആത്മാവിൽ തന്നെയാണ്. ബുദ്ധിയിലും പ്രാർത്ഥിച്ചു ആമേൻ പ്രൈസ് ലോർഡ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നിന്നും അകറ്റണമെന്ന്. അവിടെ ആ ഭാഗം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. കാരണം നമ്മുടെ പാപപരിഹാരത്തിന് നമ്മെക്കൊണ്ട് കഴിയാത്ത സാഹചര്യങ്ങളിൽ എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു പ്രതിപുരുഷനായി, പൂർണ്ണ മനുഷ്യനായി അവിടെ നമുക്ക് വേണ്ടി മധ്യസ്ഥയാണ് എന്നൊരു സാഹചര്യമാണ് കാണുന്നത്. എന്നിട്ടും അവസാനം പ്രാർത്ഥിക്കുക, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക, ജീവിക്കുക, നയിക്കുക, നടത്തപ്പെടുക എന്നതാണ് ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പുറമായി ദിവസങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ നാം ബാധ്യതപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസും ശീലാസും നമ്മൾ മനസ്സിലാക്കണം. മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ ആമേൻ പൗലോസിന്റെ കൂടെ 1-ാമത്തെ മിഷണറി യാത്രയിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രവൃത്തികളെ ആമേൻ വ്യാപകനാകാതെ നിശബ്ദനായി നിന്നപ്പോൾ അവിടെ പൗലോസ് അദ്ദേഹത്തെ അല്പസമയത്തേക്ക് മാറ്റി നിർത്തിയൊരു ചരിത്രമുണ്ട്. അവിടെ ബർന്നബാസൊക്കെ വന്ന് മധ്യസ്ഥ അണയുവാൻ പലപ്പോഴും വന്നെങ്കിൽ തന്നെയും പൗലോസ് കർക്കശമായിട്ട് ഈ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കുറച്ച് സമയം അദ്ദേഹത്തെ മാറ്റി നിർത്തിയൊരു സാഹചര്യമുണ്ട്. അവിടെ അടുത്ത് വന്നത്
പ്രൈസ് ലോർഡ് ശീലാസാണ്. നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ ശീലാസും ആമേൻ പ്രൈസ് ലോർഡ് പൗലോസും ചേർന്ന് ആമേൻ പ്രൈസ് ലോർഡ് മുമ്പോട്ടുള്ള തൻ്റെ ശുശ്രൂഷയിൽ ആമേൻ മിഷനറി യാത്രയിൽ വന്ന സാഹചര്യം മനസ്സിലാക്കണം. പ്രാർത്ഥന തുടങ്ങി പ്രതികൂല സാഹചര്യങ്ങൾ മുമ്പിൽ വന്നു. പ്രതികൂല സാഹചര്യങ്ങൾ മുമ്പിൽ വന്നപ്പോൾ ബുദ്ധി കൊണ്ടല്ല ഇവർ പ്രാർത്ഥിച്ചത്. ഇവർ ദൈവസന്നിധിയിൽ എന്നും പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ഒരു ആരാധനയായിട്ട് മാറി. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിലെ പ്രാർത്ഥനയ്ക്കകത്ത് ആമേൻ വിടുതലുണ്ട്. ആത്മാവിലെ പ്രാർത്ഥനയ്ക്കകത്ത് ആരാധനയുണ്ട്. ആത്മാവിലെ പ്രാർത്ഥന ആമേൻ പ്രൈസ് ലോർഡ് മാനുഷികമായിരിക്കുന്ന ശാരീരിക മല്ലയുദ്ധമല്ല, അത് ആത്മീയ യുദ്ധമാണ്. അതൊരു സ്പിരിച്വൽ വാർഫെയറാണ്. അപ്പം അതുകൊണ്ട് ദിവസങ്ങളിൽ നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമ്മുടെ ഏത് വിഷയങ്ങളായാലും നമുക്ക് പ്രൈസ് ലോർഡ് ബുദ്ധി കൊണ്ട് അതിനെ ആമേൻ പരിഹരിക്കാതെ വണ്ണം ആമേൻ പ്രൈസ് ലോർഡ് ആത്മാവിൽ നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആത്മാവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെടാനുള്ള വിടുതൽ നടന്നുകൊണ്ടിരിക്കും. അതാണ് അപ്പോസ്തലന്മാർ കൂടെ വെളിപ്പെട്ട ആ സാഹചര്യം. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ ആമേൻ പ്രൈസ് ലോർഡ് ആത്മാവിൽ പ്രാർത്ഥിച്ച് മുന്നേറാം. ദേശത്ത് ആമേൻ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ നടക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ ആമേൻ ബുദ്ധിപരമായിട്ട് ആമീൻ പ്രൈസ് അതിനെ ആമീൻ പ്രൈസ് ചെറുക്കാതെ വണ്ണം, ബുദ്ധിമത്തെ എതിർക്കാതെ വണ്ണം, യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്നുള്ള ആത്മബോധത്തിന്റെ ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദിവസങ്ങളിൽ പ്രാർത്ഥനയായിരുന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ തന്നെ വിടുതൽ കാണും. നമ്മുടെ ചുറ്റുപാട് വിടുതൽ കാണും. ഞാൻ എൻ്റെ ജീവിതത്തിലെ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന വിഷയമാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നാം പരിശുദ്ധാത്മാവിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമുക്ക് വീട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് ആമേൻ എവിടെയാണോ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാഹചര്യം ദൈവം ഒരുക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആത്മാവിൽ ആമേൻ പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമ്മളെ വിളിച്ചു തന്നെ പ്രാർത്ഥിക്കാൻ അനേകർ ഫോൺ കോൾ ചെയ്യും. ചുറ്റുപാടുമുള്ളവർ നമ്മൾ സഭയ്ക്കകത്തുള്ളവർ നമ്മളോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കും. പലപ്പോഴും നമ്മൾ അത് ആത്മാവിൽ പ്രതികരിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ആമേൻ പ്രൈസുള്ള ശുശ്രൂഷകളുടെ സാഹചര്യങ്ങളോട് അടഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഏത് നമ്മുടെ ആമേൻ ആത്മീയ കാര്യങ്ങൾ, നമ്മുടെ ഭൗതിക കാര്യങ്ങളായിക്കൊള്ളട്ടെ, അതുകൊണ്ട് നമുക്ക് ആത്മാവിൽ പോരാടുന്നവരായി ദിവസങ്ങളിൽ യേശുവിനെ പോലെ നമുക്ക് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. സഹായിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, ഇനി നിങ്ങൾ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ ദിവസമല്ല പ്രാർത്ഥനയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഒരു നിമിഷം പോലും ഇരുന്ന് പ്രാർത്ഥിപ്പാൻ താല്പര്യം കാണിക്കാതെ അവർ കണ്ണുകൾ പ്രശ്നം ഉറക്കം തൂങ്ങിയതായിട്ട് സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ആമേൻ പ്രശ്നം അവരെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എന്ന് വെളിപ്പെടുന്നു ആ സമയത്ത് മാത്രമേ നമ്മുടെ അകത്ത മനുഷ്യൻ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് കടന്നു വരത്തുള്ളൂ. അതുകൊണ്ട് പ്രൈസ് ലോർഡ് യേശു ഇങ്ങനെ പറഞ്ഞു, ആമേൻ പ്രൈസ് ലോർഡ് നിങ്ങൾ ആമേൻ പ്രൈസ് പരീക്ഷയിലകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള ദൈവവചനത്തിൻ്റെ വിവിധ ആമേൻ ഉപദേശങ്ങളുടെ കാറ്റിനാൽ ആടി ഉലയുന്ന ആത്മീയ ഗോളത്തിൻ്റെ നടുവിലാണ് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും യാത്ര ചെയ്യുന്നത്. ഓരോ നിമിഷങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന ശുശ്രൂഷകൾ, ഉപദേശങ്ങൾ, വല്ലാതെ കുടുംബരി കൊള്ളുന്ന സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ മറുവശത്ത് ആമേൻ പ്രശ്നം നമ്മുടെ ദേശത്ത് നമ്മുടെ ചുറ്റുപാടുകളിലും പ്രതികൂലമായ സാഹചര്യങ്ങൾ, വിവിധ തരത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ, വിവിധ തരത്തിലുള്ള രോഗങ്ങൾ, വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ, ആമേൻ അന്യായമായിരിക്കുന്ന പ്രവൃത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു